ഞാൻ യൂട്യൂബിൽ തിരയുമ്പോൾ FL77 എന്ന ഒരു വളത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു. വാട്ടർ ആപ്പിൾ ചെടിയിൽ ഇത് ഉപയോഗിച്ചതിനു ശേഷം പൂമൊട്ടുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതായി ഞാൻ ശ്രദ്ധിച്ചു. ഉദാഹരണത്തിന് ഈ പ്ലാവ് എടുത്തു നോക്കൂ. മരം നന്നായി വളർന്നിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം അതിലൊരു പൂമൊട്ട് പോലും വന്നില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നതുപോലെ മരം മുഴുവനും പഴങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മരമൊട്ടാകെ 20 മുതൽ 25 വരെ പഴങ്ങൾ കായ്ച്ചിട്ടുണ്ട്. ഈ ഫലം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷവും തൃപ്തിയും തോന്നുന്നു. ഇവിടെ ഒരു ഓറഞ്ച് മരമുണ്ട്. കഴിഞ്ഞ വർഷം ഇതിലൊരു പൂമൊട്ട് പോലും ഞാൻ കണ്ടില്ല. എന്നാൽ ആ വളം ഉപയോഗിച്ചതിന് ശേഷം ഈ മരം വളരെ കൂടുതലായി പഴങ്ങൾ കായ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇത് ചെറിയ വളരുന്ന പഴങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമസ്കാരം, എന്റെ പേര് വില്ലൂരു സത്യനാരായണ. ഞാൻ ആന്ധ്രാപ്രദേശിലെ അനകാപള്ളി ജില്ലയിൽ നിന്നുള്ളവൻ. തൊഴിൽ രംഗത്ത് ഞാൻ മെഡിക്കൽ മേഖലയിലാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരു RMP ആണ്. എന്റെ വീട്ടിനടുത്ത് ഏകദേശം 7 മുതൽ 8 സെന്റ് വരെ വിസ്തൃതിയുള്ള ഒരു ഒഴിവുള്ള ഭൂമിയുണ്ട്. ബാല്യകാലം മുതൽ തന്നെ എനിക്ക് ചെടികൾ വളർത്തുന്നതിൽ വലിയ താൽപ്പര്യമുണ്ട്. ഞാനൊരു കർഷകന്റെ മകനായതിനാൽ ആ താൽപ്പര്യം എനിക്ക് സ്വാഭാവികമാണ്. ഈ 7 സെന്റ് സ്ഥലത്ത് എന്ത് ചെയ്യാം എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അടുത്തുള്ള ഒരു നഴ്സറിയിൽ പോയി എനിക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ വാങ്ങി നട്ടു. ആദ്യമെല്ലാം വളരെ നന്നായിരുന്നു. ഉദാഹരണത്തിന് മാവ് ഈ പ്രദേശത്ത് സ്വാഭാവികമായി നന്നായി വളർന്നു വിജയകരമായി പഴങ്ങൾ നൽകി. ഞാൻ പ്ലാവ് നട്ടു. കൂടാതെ എന്റെ വ്യക്തിപരമായ താൽപ്പര്യവും ഈ പ്രദേശത്ത് സാധാരണ കാണാത്ത പുതിയ ഇനങ്ങളായ ചെടികളെ പരിചയപ്പെടുത്തണമെന്ന ആഗ്രഹവും കാരണം അത്തി മരങ്ങളും കൊണ്ടുവന്ന് നട്ടു. ഡ്രാഗൺ ഫ്രൂട്ട്, മുന്തിരി, ഏലക്ക, ഓറഞ്ച്, സാത്തുകുടി പോലുള്ള സിട്രസ് ഇനങ്ങൾ ഉൾപ്പെടെ വിവിധ ചെടികൾ വളർത്തി. എന്നാൽ ദൗർഭാഗ്യവശാൽ ഈ പ്രദേശത്തിന്റെ കാലാവസ്ഥ അവയ്ക്ക് അനുയോജ്യമല്ലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളാൽ പല ചെടികളും പഴം കായ്ക്കാൻ സാധിച്ചില്ല. ചിലത് വളർച്ചയുടെ അവസാനം വാടി നശിച്ചു. ഇതിന് ഒരു പരിഹാരം കണ്ടെത്താൻ യൂട്യൂബിൽ തിരയുമ്പോഴാണ് FL77 എന്ന വളത്തെക്കുറിച്ച് അറിഞ്ഞത്. FL77 വളം APKS ഓർഗാനിക് എന്ന കമ്പനിയാണ് നിർമ്മിക്കുന്നത്. ഞാൻ ഒരു നയം പോലെ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നു. പ്രാദേശികമായി ലഭിക്കുന്ന പശുവളമുപോലുള്ള സ്വാഭാവിക വളങ്ങൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ APKS വളം ഒരിക്കൽ പരീക്ഷിച്ചു നോക്കാമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. തുടർന്ന് അത് ഓൺലൈനായി ഓർഡർ ചെയ്തു വാങ്ങി. ലഭിച്ചതിനു ശേഷം 2 വ്യത്യസ്ത സമയങ്ങളിൽ FL77 വളം ചെടികൾക്ക് ഉപയോഗിച്ചു. 1 ലിറ്റർ വെള്ളത്തിൽ ഏകദേശം 15 മുതൽ 20 മില്ലി വരെ കലക്കി തളിച്ചു. ചെടികളുടെ വളർച്ച മന്ദഗതിയിലായിരുന്നെങ്കിലും ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടായി. ഇതിന്റെ ഫലത്തിൽ ഞാൻ വളരെ തൃപ്തനാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുരോഗതി വ്യക്തമായി കാണാൻ കഴിഞ്ഞു. വാട്ടർ ആപ്പിൾ ചെടികളിൽ FL77 ഉപയോഗിച്ചതിനു ശേഷം കുഞ്ഞുമൊട്ടുകളുടെ എണ്ണം വളരെ കൂടുതലായി. ഈ ചക്കമരം കഴിഞ്ഞ വർഷം ഒരു പഴം പോലും കായ്ക്കിയില്ല. എന്നാൽ ഇപ്പോൾ ഇതിൽ ഏകദേശം 20 മുതൽ 25 വരെ പഴങ്ങളുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഇനി ഈ ഏലക്ക ചെടി നോക്കൂ. ഈ പ്രദേശത്തിന്റെ മണ്ണ് ഇതിന് അനുയോജ്യമല്ലായിരിക്കാമെന്ന് ഞാൻ സംശയിക്കുന്നു. ഇതാ ഈ ഓറഞ്ച് മരം കഴിഞ്ഞ വർഷം ഇതിൽ ഒരു മൊട്ടുപോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ വളം ഉപയോഗിച്ചതിനു ശേഷം മരം മുഴുവനും ചെറിയ പഴങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു സപ്പോട്ട മരം കൂടി കാണാം. മുമ്പ് ഇത് കുറച്ചു മാത്രമേ പഴം കായ്ക്കാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ FL77 ഉപയോഗിച്ചതിനു ശേഷം ഇതിന്റെ വിളവ് ഗണ്യമായി വർദ്ധിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന മുന്തിരിവള്ളികൾ മുഴുവനും വാടിപ്പോയിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം എന്ന് വിചാരിച്ച് ആ വള്ളികളിൽ FL77 തളിച്ചു. പുതിയ തളിരുകളിലും പഴയ ഇലകളിലും തളിച്ചു. ഇപ്പോൾ ഇലകൾ തഴച്ചു പച്ചയായി മാറി. മൊത്തത്തിലുള്ള വളർച്ച വളരെ നല്ലതാണ്. കൂടാതെ വള്ളികൾ മുന്തിരിത്തൊങ്ങലുകളും കായ്ക്കാൻ തുടങ്ങി. ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് പോലുള്ള മറ്റു വിളകളും വളർത്തിയിട്ടുണ്ട്. അടുത്തുള്ള പാടേരു പ്രദേശത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ച് കാപ്പിക്ക് പ്രശസ്തമാണ്. അവിടെ നിന്ന് 5 കാപ്പി ചെടികൾ കൊണ്ടുവന്ന് ഇവിടെ നട്ടു. അവ നന്നായി വേർ പിടിച്ചു വളർന്നു. FL77 ഉപയോഗിച്ചതിനു ശേഷം അവയുടെ വളർച്ച കൂടുതൽ മെച്ചപ്പെട്ടു. ഞാൻ കാപ്പി വിത്തുകൾ തന്നെ കൊയ്ത് ഉണക്കി വറുത്ത് പൊടിയായി അരച്ചു ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ കാപ്പിയാണ് കുടിക്കുന്നത്. അതിന്റെ രുചി വളരെ മികച്ചതാണ്. ഈ ചെടികൾ നട്ട് ഏകദേശം 3 വർഷമായി. കഴിഞ്ഞ വർഷം തന്നെ അവ കാപ്പി വിത്തുകൾ നൽകാൻ തുടങ്ങി. ഇതിന് നല്ല മണവും രുചിയുമുണ്ട്. ഇത് പൂർണ്ണമായും സ്വാഭാവിക രീതിയിൽ തയ്യാറാക്കിയതുകൊണ്ട് യാതൊരു പാർശ്വഫലങ്ങളും ഉണ്ടാകില്ല. ഈ APKS ഓർഗാനിക് വളം ഞാൻ ഹൃദയപൂർവ്വം ശുപാർശ ചെയ്യുന്നു. പ്രത്യേകിച്ച് FL77 എനിക്ക് വളരെ പ്രയോജനകരമായതായി തോന്നുന്നു. ഈ കമ്പനിക്കു ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. ആ ഓറഞ്ച് മരം ഇപ്പോൾ നന്നായി പഴം കായ്ക്കാൻ തുടങ്ങി. ഇവിടെ നിങ്ങൾക്ക് ചില പഴങ്ങൾ കാണാം. അവിടെ കൂടുതൽ പഴങ്ങൾ കൂട്ടങ്ങളായി കായ്ക്കുന്നു. ഇവയെല്ലാം വളരെ നന്നായി വളരുന്നു. ഈ മരം നട്ടിട്ട് 3 വർഷം പൂർത്തിയായി. ഇപ്പോൾ 4ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം വരെ ഇതിൽ പഴമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ FL77 ഉപയോഗിച്ചതിനു ശേഷം വളരെ കൂടുതലായി പഴങ്ങൾ ലഭിച്ചു. നിങ്ങൾ മുമ്പ് കണ്ടതുപോലെ ആ മരത്തിൽ വലിയതും മനോഹരവുമായ ഓറഞ്ചുകൾ ധാരാളമായി കാണാം.